ഈ മണ്ട പൂച്ചയെ പിടിച്ച് ഞാൻ കറി വയ്ക്കട്ടാ. നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു മലയാളം റാപ്പ് സോങ് റെക്കോർഡ് ചെയ്ത് പുറത്തിറക്കാൻ പറ്റുമോ? സോ അതിന് ചിലവുണ്ടാകുമോ, എത്ര രൂപയാവും എന്നൊക്കെ അറിയാൻ ബാക്കി കാണും വച്ചു. നീ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഇച്ചിരി സാമഗ്രികളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. ഇതാണ് നമ്മുടെ മൈക്ക്, കണ്ടൻസർ മൈക്ക് എന്ന് പറയും ഇതിന്. പിന്നെ ഇതിലോട്ട് വരുന്നതാണ് പോപ്പ് ഫിൽറ്റർ. പോപ്പ് ഫിൽറ്ററിന്റെ കൂടെ എന്ന് വെച്ചാൽ ടസ്ക്ക് ഇങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അസ് അതൊന്നിങ്ങനെ ആയിട്ട് അതിലിരിക്കൂല. ഈ മൈക്ക് നേരെ ഓടിച്ചെല്ലണം ഇതിനകത്താണ്. ഇതാണ് ഇന്റർഫേസ്. ഇതൊന്നും എന്റെ സാധനമല്ല, ഓസിന് കിട്ടിയ സാധനം ആയതുകൊണ്ട് ഇതിന് 1-2 പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം നമ്പർ 1, ഈ ബെറെന്നുള്ള ശബ്ദം കേട്ടാ അതിങ്ങനെ വന്നും പോയി ഇരിക്കും. പക്ഷെ അളിയാ പ്രശ്നങ്ങൾ തരണം ചെയ്യണമല്ല അളിയാ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ കയറി. ഫസ്റ്റ് അറ്റംപ്റ്റ് റെക്കോർഡിങ് കഴിഞ്ഞ് ഗൈസ്, ഞാനായോണ്ട് പറയുന്നതല്ല, നല്ല വധൂരിയായിട്ടുണ്ട്. ശിവനെ ചിലയിടത്ത് വോയിസ് കൂടി നിൽക്കുകയും ചിലയിടത്ത് കുറഞ്ഞ് നിൽക്കുകയും എന്താ കണ്ട് ഇവിടെ കൂടുതൽ ഇവിടെ കുറവ്, അങ്ങനെ പെട്ടു എന്ന് മനസ്സിലാക്കിയ ഞാൻ എന്റെ മച്ചുവിനെ വിളിച്ചു. ആക്സോ മച്ചമ്പി സംഗീതത്തിൽ ത്യാഗരാജൻ, അവന്റെ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് കൺമഷി, നിങ്ങളത് കേൾക്കണേ. ആക്സോ മച്ചമ്പി പറഞ്ഞത് ബാക്കി അടുത്ത ആഴ്ച അറിയാല്ല. അപ്പൊ നിങ്ങളൊരു ഫോളോ ആക്കി നമുക്ക് അടുത്ത ആഴ്ച നമ്മള് പിന്നെയും കാണുന്നതൊരു തെറ്റോ